ദൈവനാമം മഹത്വപ്പെടട്ടെ. അങ്കമാലി ഭദ്രാസനം മെത്രാപ്പോലീത്ത ഫിന്നിപ്പോളിക്കാർപ്പോസ് തിരുമേനി, ഇടുക്കി മെത്രാസനം മെത്രാപ്പോലീത്ത ഫിന്നിയ സെവേറിയൂസ് തിരുമേനി, യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇടയാനൽ അച്ഛൻ, ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ, ബഹുമാനപ്പെട്ട CA പൗലോസ് അച്ഛൻ, പ്രിയപ്പെട്ട സുനിൽ മാത്യു ആദരണീയനായ ഡെപ്യൂട്ടി കളക്ടർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വന്നിരായ വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഓർമ്മകൾ ഒത്തിരി തിരതള്ളിക്കയറുന്ന നിമിഷങ്ങളാണിതെങ്കിലും ഒരു ദീർഘപ്രഭാഷണം ഇവിടെ ഉചിതമല്ല എന്നെനിക്കറിയാം. 1975-76 കാലയളവിൽ ഇടുക്കിയിലൊരു ബാലനായി ജീവിച്ചു തുടങ്ങി കാലത്ത് രണ്ടച്ഛന്മാരുടെ പേരുകളാണ് പ്രധാനമായും ആ കാലത്ത് കേട്ടിരുന്നത്. അതൊന്ന്, ഇടുക്കി ഭദ്രാസനത്തിൻ്റെ അരമന മാനേജരായി സേവനാനുഷ്ഠിച്ചിരുന്ന MC ഇബ്രാഹിം അച്ഛനും, പിന്നീട് മാട്ടുക്കട്ടയിലുള്ള സക്കറിയാസ് അച്ഛനും. ഇടുക്കി ഭദ്രാസനത്തിലൊരു വൈദിക ചിത്രത്തെ വരുംകാല തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട സക്കറിയാച്ചൻ്റെ റോൾ അപാരമായിരുന്നു. കുടിയേറ്റ മണ്ണിൽ ഒരു പുരോഹിതനെ കാണാൻ കൊതിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് വല്ലപ്പോഴുമൊക്കെ ഒരു ദർശന സൗഭാഗ്യം പോലെ എത്തിയിരുന്ന അച്ഛന്മാരാണവർ. സുവിശേഷത്തിൻ്റെ നടവഴികളിൽ അവരോടി നടന്ന അതികഠിനമായ പ്രയത്നത്തിൻ്റെ വഴികളും നാളുകളും ചിന്തയിലേക്ക് വല്ലാതെ എത്തുന്നുണ്ട് ഈ നിമിഷം. MC അബ്രാച്ചന് ചേതക്ക് സ്കൂട്ടറുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ കമ്മീസൊക്കെ ഇട്ട് ചേതക്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ സക്കറിയാസ് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ മലയും കുന്നും കയറിയിറങ്ങുന്ന, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു. എത്രമാത്രം വിയർപ്പൊഴുക്കിയിട്ടുണ്ട് ആ മണ്ണിലെന്നും, എത്രമാത്രം ദൃഢമായ കൽപാദങ്ങളിലൂടെയാണ് സഭയ്ക്ക് വേണ്ടി അദ്ദേഹം സഞ്ചരിച്ചതെന്നും, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പൗരോഹിത്യത്തിൻ്റെ തീ എത്ര ശക്തമായി ആളി ആ ഭദ്രാസനത്തിൽ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ കത്തിയെന്നുമുള്ളതൊക്കെ സെവേറിയൂസിനുടെ വാക്കുകളിൽ മുഴുവനായിട്ടുണ്ട്. വന്യനായ KT ജേക്കബ് അച്ഛനോടൊപ്പം ഇന്നിതിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകളിലൊക്കെ പഴയകാലം ഇങ്ങനെ സക്കറിയാസ് അച്ഛനോടൊപ്പമുള്ളത് കടന്നു വരുന്നുണ്ടായിരുന്നു. മാട്ടുക്കട്ട എന്നൊരു കുഗ്രാമത്തിലെ കൊച്ചു ദേവാലയത്തിൽ പിന്നീട് ഇടുക്കി ഭദ്രാസനത്തിന് വേണ്ടി സേവനം ചെയ്യാനുള്ള അച്ഛന്മാരുടെ വലിയൊരു ഗണമാണ് അവിടെ നിന്നുണ്ടായത്. ദീർഘകാല അച്ഛനും കൊച്ചമ്മയും ആ നാട്ടിലാണ് താമസിച്ചത്. മാട്ടുക്കട്ട പള്ളിയുടെ വികാരിയായിരുന്നു. പക്ഷേ അച്ഛൻ നടന്ന വഴി അതിനേക്കാൾ കഠിനമായിരുന്നു. ഉപ്പുകുന്നിലേക്ക്, പിന്നെ പുള്ളിക്കാനത്തേക്ക്, ഇവിടെ വാഹനങ്ങൾ. ഇന്ന് ഞങ്ങളൊക്കെ അച്ഛന്മാർ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കിറങ്ങി പട്ടം കൂടെ കുറയ്ക്കുന്നതിൻ്റെ തലയാഴ്ച തന്നെ മാരുതി ഷോറൂമിൽ പോയൊരു കാർ ഏറ്റവും കുറഞ്ഞതെങ്കിലും ബുക്ക് ചെയ്തിട്ടാണ് പട്ടം കൂടെ ശുശ്രൂഷയ്ക്ക് ഡേറ്റ് കുറിപ്പിക്കാറുള്ളത്. വിമർശനമല്ല, അന്നത്തെ കാലത്ത് അത്തരമൊരു സ്വപ്നമുണ്ടായിരുന്നില്ല. അതികഠിന വഴികളിലൂടെ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭാജീവിതത്തിൻ്റെ എല്ലാ ആത്മാവിനെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സമൂഹത്തിന് വേണ്ടി അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. സെവേറിയൂസിന് ഇനി ഓർമ്മപ്പെടുത്തിയതുപോലെ മലങ്കര സഭയിൽ ഏറ്റവും നീണ്ട കത്തുകൾ എഴുതിയതിന് അവാർഡ് കൊടുക്കേണ്ടത് തീർച്ചയായും സക്കറിയാച്ചനാണ്. മറ്റൊരച്ഛനും അങ്ങനെ ഒരു കത്തെഴുതാൻ ക്ഷമ കിട്ടില്ല. കാത്തിരുന്ന് ഒരുപക്ഷെ 1 കിലോ മെഴുകുതിരി ഒരു പള്ളിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കുർബാന അർപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി തിങ്കളാഴ്ചത്തെ പോസ്റ്റിൽ മെഴുകുതിരി വാങ്ങേണ്ടതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നേർച്ചയും കുറിച്ച് ഒരു പുസ്തകം തന്നെ രചിച്ച് വിശ്വാസിക്ക് മെഴുകുതിരി വേണ്ടി എഴുതാൻ മറ്റൊരച്ഛൻ എങ്ങനെ സമയവും കാലവും ദർശനവും സമർപ്പണവും ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. ഒത്തിരി പ്രത്യേകതകൾ അച്ഛനുണ്ട്. ഞാൻ ആ പ്രത്യേകതകളിലേക്ക് മുഴുവൻ എത്തുന്നില്ല. ഇടുക്കി ഭദ്രാസനം ഇന്ന് അതിൻ്റെ വലിയ വളർച്ചയുടെ പന്താവുകൾ പലതും പിന്നിടുമ്പോൾ അതിൻ്റെ പിന്നിൽ തേഞ്ഞു തീർന്നു പോയ ആ കാൽപാദങ്ങളിൽ ഈ സുവർണ ജൂബിലിയുടെ നിമിഷങ്ങളിൽ
ഇടുക്കി ഭദ്രാസനത്തിലെ മുഴുവൻ ദേവാലയങ്ങളും വൈദികരും വിശ്വാസികളും അച്ഛൻ്റെ ശുശ്രൂഷകളെ ആദരിച്ച് നമിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അച്ഛനും എപ്പോഴും ഉണ്ടാവും. അങ്കമാലി ഭദ്രാസനത്തിലേക്ക് അച്ഛൻ പോന്നാലും എന്നും KS സക്രിയാസ് അച്ഛൻ്റെ നാമം ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ആത്മാവിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. സാധ്യമാകുന്ന വൈദികർ ഞങ്ങളെല്ലാവരും വിശുദ്ധ കുർബാന വളരെ നേരത്തെ ചൊല്ലി പലരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ഓടിയെത്തുകയായിരുന്നു. ഞങ്ങളെല്ലാവരും എത്തിയേനെ. ഞായറാഴ്ച ഞങ്ങളെല്ലാം കൂടെ വന്നിരുന്നെങ്കിൽ ഇവിടെ എന്തായി തീർന്നേനെ. ഏതായാലും കുറഞ്ഞ അംഗബലത്തിൽ ഓടിയെത്തി. ഇടുക്കി ഭദ്രാസനത്തിലെ എല്ലാ വൈദ്യരുടെയും കോറപ്പിസ്കോപ്പന്മാരെ 2 അച്ഛന്മാർ, വൈദിക സംഘ സെക്രട്ടറി വാലേലച്ചൻ, TC മത്തായച്ചൻ, ജോസച്ചൻ, AV കുര്യൻ കോറപ്പിസ്കോപ്പച്ചൻ, ജേക്കബ് കോറപ്പിസ്കോപ്പച്ചൻ എല്ലാവരുടെയും ആദരവർപ്പിക്കുന്നു. അച്ഛൻ്റെ കത്തുകൊണ്ട് സെമിനാരിയിലെത്തി പൗരോഹിത്യ ശുശ്രൂഷയുടെ പദം വെട്ടിത്തെളിച്ച എല്ലാ വൈദികരുടെയും ആദരവുകൾ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അച്ഛന് ആയുസ്സും ആരോഗ്യവും പ്രാർത്ഥനയും നന്മകളും നേർന്നുകൊണ്ട് അച്ഛനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ തുറന്നു വിട്ട കൊച്ചമ്മയ്ക്ക് ദീർഘായുസ് നേർന്നുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നമിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കും.